10 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതശരീരം കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഓടയിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രതിയായ 19-കാരൻ പോലീസിന്റെ പിടിയിൽ. മുംബൈയിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അതിക്രൂര കൊലപാതകം നടന്നത്. മുംബ്ര റെസിഡൻഷ്യൽ സൊസൈറ്റിയിൽ താമസിക്കുന്ന 10 വയസ്സുകാരിയുടെ അർദ്ധനഗ്നമായ മൃതദേഹമാണ് കെട്ടിടത്തിന്റെ ഓടയിൽ നിന്ന് കണ്ടെത്തിയത്. പ്രതിയായ ആസിഫ് മൻസൂരി എന്ന യുവാവിനെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി. കളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങിയതായിരുന്നു കുട്ടി. അമ്മ ജോലിക്ക് പോയി മടങ്ങിയെത്തിയപ്പോൾ മകളെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്തിയില്ല. ഒപ്പം പതിവായി കളിക്കുന്ന കുട്ടികളോട് അന്വേഷിച്ചപ്പോഴാണ് അയൽവാസിയായ യുവാവ് ചിപ്സും ചോക്ലേറ്റും വാങ്ങി നൽകി തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയെന്ന് വെളിപ്പെടുത്തിയത്. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് കുട്ടിയുടെ മൃതദേഹം ഓടയിൽ നിന്ന് കണ്ടെത്തിയത്. കഴുത്തിനേറ്റ ആഴത്തിലെ മുറിവാണ് മരണകാരണമായിരിക്കുന്നത്. കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോക്സോ ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമ്മളിപ്പോൾ കണ്ടതല്ലേ. വെറും 10 വയസ്സുള്ളൊരു പെൺകുഞ്ഞിനെ 19 വയസ്സുള്ളൊരു കാമവെറിയൻ ഇല്ലാതാക്കിയ ഒരു ന്യൂസാണ് നമ്മൾ കേട്ടത്. അതും നമ്മുടെ മുംബൈയിലാണ് കേട്ടോ. എവിടെയാണെങ്കിലും എന്താ, കുഞ്ഞിൻ്റെ 10 വയസ്സെന്ന് പറയുമ്പോൾ എന്ത് പ്രായമുണ്ട് ആ ഒരു കുഞ്ഞിന്. ആ ഒരു നമുക്കറിയാം, ഇപ്പോൾ അവധിക്കാലമാണല്ലേ, കുട്ടികൾക്കൊക്കെ സ്കൂള് ഒക്കെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ പോലും എൻ്റെ വീട്ടിലും കുഞ്ഞുമക്കൾ എന്താ പറയുക, അടുത്തുള്ള കുട്ടികളെല്ലാവരും കൂടെ കളിക്കാനും പോവുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സമയമാണിത്. കാരണം അവർക്ക് കളിക്കാനൊക്കെ കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ വെക്കേഷൻ, ആ ഒരു ടൈമാണ്. അപ്പോൾ അതുപോലെ കളിക്കാൻ പോയൊരു കുഞ്ഞാണ്, കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയൊരു കുഞ്ഞിനെ അയൽവാസി തന്നെയാണ് എന്തോ ചോക്ലേറ്റോ ചിപ്സോ ഒക്കെ മേടിച്ച് കൊടുത്തിട്ട് അതിനെ വിളിച്ചുകൊണ്ട് അടുത്തുള്ളൊരു കെട്ടിടത്തിലേക്ക് പോകുന്നു. അവിടെ ആ കുട്ടിയെ എന്താ പറയുക, അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നു. 10 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനോട് അവൻ കാണിച്ച ക്രൂരത. അവൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് അവൻ ആ കുഞ്ഞിനെ മേളിൽ നിന്നും ഒരു ഓടയിലേക്ക് വലിച്ചെറിയുന്നു. അതും നഗ്നയായിട്ട് തന്നെ വലിച്ചെറിയുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുഞ്ഞിനെ തിരക്കിയപ്പോഴാണ് ഇതുപോലെ കൂടെ കളിച്ച കുട്ടികൾ പറഞ്ഞത്, ഇന്ന പോലെ ഒരാൾ അയൽവക്കക്കാരൻ തന്നെ ഇതുപോലെ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷണത്തിനാണ് ഈ കുഞ്ഞിനെ അടുത്തുള്ള ഓടയിൽ നിന്ന് കണ്ടെത്തിയത്. കേട്ടിട്ട് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. കാരണം നമുക്കൊക്കെ മക്കളുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്കും വളരെയധികം സങ്കടം തോന്നുന്നതാണ്. ആ ഒരു വീട്ടുകാർ എങ്ങനെ സഹിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കണം അല്ലേ. വിശ്വസിച്ച്, അതായത് അമ്മയാണേലും അച്ഛനൊക്കെ ആണേലും കുട്ടികളെ വീട്ടിൽ നിർത്തിയിട്ട് പോകുമ്പോഴത്തേക്കും അവർ ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഒരു ആപത്ത് വരുമെന്നുള്ളത്. കുഞ്ഞാണെങ്കിലും കൂട്ടുകാരുടെ കൂടെ കളിക്കുകയായിരുന്നു. കുഞ്ഞിനെ മിഠായി അതൊക്കെ കാണിച്ച് വിളിക്കുമ്പോൾ കുട്ടികളല്ലേ അതൊക്കെ മിഠായി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണിക്കും. കുട്ടികൾ ചിലപ്പോൾ അത് തന്നെയല്ല, അയൽവക്കക്കാരനാണ്, ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും ആ കുഞ്ഞു പോയത്. പക്ഷെ ആ ഒരു കുഞ്ഞിനോട് ഇത്രയും വലിയൊരു ക്രൂരത കാണിച്ച് അവനൊക്കെ എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത്? മുംബൈയിലാണിത് നടന്നിട്ടുള്ളത്. എവിടെ നടന്നാലും ക്രൂരത തന്നെയാണ്. ജീവൻ്റെ വില എല്ലാം ഒന്ന് തന്നെയാണ്. 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനോട് അത്രയും വലിയ ക്രൂരത കാണിച്ച് അവനൊക്കെ കൊടുക്കേണ്ട ശിക്ഷ എന്താണ്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവൻ്റെയൊക്കെ ആ ഒരു എന്താ പറയുക, ഒരു അവയവം ഉണ്ടല്ലോ, അത് മുറിച്ച് തന്നെ കളയുക, മുറിച്ച് മാറ്റുക. അതിൽ കൂടുതൽ ശിക്ഷയൊന്നും അവന് കൊടുക്കാനില്ല. അവൻ മരിക്കുന്നതിലും അല്ലെങ്കിൽ അവൻ മരണപ്പെടുന്നതിലും വലിയൊരു ശിക്ഷ അവന് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ അവൻ്റെ ആ ഒരു അവയവം ഉണ്ടല്ലോ, അതാണല്ലോ അവന് ഇത്രയും ഒരു വിഷമം തോന്നിയത്. ആ ഒരു അവയവം അങ്ങ് മുറിച്ചങ്ങോട്ട് കളയുക. അതുപോലുള്ള നിയമങ്ങൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക സമൂഹത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ഇതുപോലുള്ള ക്രൂരതകൾ കുറയും. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ തന്നെ ചെയ്യണം. അവന് 19 വയസ്സേ ഉള്ളൂ. അവൻ ഇത്രയ്ക്ക് ഒരു വിഷമം പിടിച്ച് നിൽക്കുന്ന ഒരുത്തനായിരുന്നു അവന്. അവൻ്റെയൊക്കെ അവയവം അതുപോലെ തന്നെ ചെയ്യണം. നമുക്കറിയാം, ഈ കഴിഞ്ഞിടെ കൊച്ചിയിൽ ഇതുപോലെ ഒരു ഭർത്താവിനെ ഭാര്യ തിളച്ച എണ്ണ സ്വകാര്യ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുത്തു എന്നുള്ളൊരു വാർത്ത, ഒരു ന്യൂസ് നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോഴത്തേക്ക് അതിൽ പഴയ കാമുകിയായിട്ടുള്ള ചാറ്റുകളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി. ആ ഒരു സങ്കടം കൊണ്ട് തന്നെ ഭാര്യ എന്ത് ചെയ്തു, തിളച്ച എണ്ണയും തിളച്ച വെള്ളവും സ്വകാര്യ ഭാഗത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. അതുപോലുള്ള ശിക്ഷകൾ കൊടുക്കണം ഇവനൊക്കെ ചെയ്യേണ്ടതുണ്ടല്ലോ. തിളച്ച എണ്ണ ഒഴിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, മുറിച്ച് മാറ്റുക തന്നെ വേണം. അവനൊന്ന് ജീവിതകാലം മുഴുവൻ ആ ഒരു അവയവം ഇല്ലാതെ ജീവിക്കണം, നരകയാതന അനുഭവിച്ച് ജീവിക്കണം. അല്ലാതെ കുറേ ജയിലിൽ കൊണ്ടുപോയിട്ടുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ജയിലിലാണെങ്കിലും 3-4 നേരം ഫുഡൊക്കെ കഴിച്ച് അവനൊക്കെ നല്ല രീതിയിൽ തിന്ന് കൊഴുത്ത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്ന് ഇതിലും വലിയ ക്രൂരതകൾ അവനൊക്കെ കാണിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന അവന്മാർക്ക് കൊടുക്കാൻ പറ്റിയ ശിക്ഷ ഇത് തന്നെയാണ്. മുറിച്ച് അറുത്ത് ഇല്ലാതാക്കുക. അങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ ഈ പറയുന്ന അഭിപ്രായത്തോട് നിങ്ങളും യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.